നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് സ്ഥിതവൈദ്യുതി, ധാരാവൈദ്യുതി, വൈദ്യുതി പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ, കാന്തികത, വൈദ്യുതകാന്തിക ഫലം, വൈദ്യുതകാന്തിക പ്രേരണം. സ്ഥിതവൈദ്യുതി. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ്. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ ഇൻസുലേറ്റേഴ്സ്. ഒരു വസ്തുവിനെ വൈദ്യുത ചാർജുള്ളതാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് വൈദ്യുതീകരണം അല്ലെങ്കിൽ ചാർജിങ്. വൈദ്യുതിയുടെ രണ്ട് വിഭാഗങ്ങളാണ് സ്ഥിതവൈദ്യുതിയും ധാരാവൈദ്യുതിയും. ഒരു വസ്തുവിന് ലഭിക്കുന്ന വൈദ്യുത ചാർജ് മറ്റു ഭാഗങ്ങളിലേക്ക് പ്രവഹിപ്പിക്കാതെ അതേ വസ്തുവിൽ തന്നെ നിലനിർത്തുകയാണെങ്കിൽ അത്തരം വൈദ്യുതിയാണ് സ്ഥിതവൈദ്യുതി അല്ലെങ്കിൽ സ്റ്റാറ്റിക് കറണ്ട് എന്ന് പറയുന്നത്. ഉരസുമ്പോൾ ലോഹോപരിതലം വൈദ്യുതീകരിക്കപ്പെടുന്നു എങ്കിലും അത് ചാലകമായതിനാൽ ചാർജ് മറ്റു ഭാഗങ്ങളിലേക്ക് തത്സമയം തന്നെ വ്യാപിക്കുന്നു. അതിനാൽ ലോഹങ്ങളിൽ സ്ഥിതവൈദ്യുതി ചാർജ് സ്വരൂപിക്കപ്പെടുന്നില്ല. വൈദ്യുത ചാർജിൻ്റെ സവിശേഷതകൾ. ചാർജുള്ള വസ്തു ചാർജില്ലാത്ത വസ്തുക്കളെ ആകർഷിക്കുന്നു. വിജാതീയ ചാർജുകൾ തമ്മിൽ ആകർഷിക്കുന്നു. സജാതീയ ചാർജുകൾ തമ്മിൽ വികർഷിക്കുന്നു. മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയ്ക്ക് ചെറിയ കടലാസ കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ബലമാണ് സ്ഥിതവൈദ്യുത ബലം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഗ്ലാസ് ദണ്ട് സിൽക്കുമായി ഉരസുമ്പോൾ ഗ്ലാസിൻ്റെ ചാർജ് പോസിറ്റീവായിരിക്കും. ഗ്ലാസ് ദണ്ട് സിൽക്കുമായി ഉരസുമ്പോൾ സിൽക്കിൻ്റെ ചാർജ് നെഗറ്റീവായിരിക്കും. സ്ഥിതവൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ്. വൈദ്യുത ചാർജ് ഒരു അദിശ അളവാണ്. ഒരു വസ്തുവിലെ ചാർജ് നിർവീര്യമാക്കാനുള്ള പ്രവർത്തനമാണ് ഡിസ്ചാർജിങ്. സ്ഥിതവൈദ്യുത പ്രേരണം, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ സമ്പർക്കം മൂലം മറ്റൊരു വസ്തുവിന് ചാർജ് ലഭിക്കുന്നത് സമ്പർക്കം വഴിയുള്ള ചാർജിങ് വഴിയാണ്. സമ്പർക്കം വഴി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വസ്തുക്കൾക്കും ഒരേ ഇനം ചാർജ് ആയിരിക്കും. ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണമാണ് സ്ഥിതവൈദ്യുത പ്രേരണം. ഒരു ഇലക്ട്രോസ്കോപ്പിനെ പ്രേരണം വഴി ഏറെ നേരം നിലനിൽക്കത്തക്ക രീതിയിൽ ചാർജ് ചെയ്താൽ അത് രൂപപ്പെടുന്നത് ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച വസ്തുവിൻ്റെ വിപരീത ചാർജ് ആയിരിക്കും. ധാരാവൈദ്യുതി. വൈദ്യുത ചാർജുള്ള കണങ്ങളുടെ ഒഴുക്കാണ് ധാരാവൈദ്യുതി. ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതി നേർധാരാവൈദ്യുതി അല്ലെങ്കിൽ ഡയറക്റ്റ് കറണ്ട് DC. DC വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങൾക്ക് ഉദാഹരണം ബാറ്ററികൾ, സോളാർ സെൽ, തെർമോകപ്പിൾ എന്നിവയാണ്. ക്രമമായ ഇടവേളകൾ ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ് പ്രത്യാവർത്തിധാരാവൈദ്യുതി, ആൾട്ടർനേറ്റിംഗ് കറണ്ട് AC. DCയേക്കാൾ വ്യാപകമായി ഉപയോഗിക്കുന്നത് AC വൈദ്യുതിയാണ്. DC വൈദ്യുതിയെ അപേക്ഷിച്ച് AC വൈദ്യുതി പവർ നഷ്ടം കൂടാതെ കൂടുതൽ ദൂരത്തേക്ക് പ്രേക്ഷണം ചെയ്യാൻ സാധിക്കുന്നു. നേരിയ വൈദ്യുത പ്രവാഹത്തിൻ്റെ സാന്നിധ്യവും ദിശയും അറിയാൻ പ്രയോഗിക്കുന്ന ഉപകരണമാണ് ഗാൽവനോമീറ്റർ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വ്യത്യാസം. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് നീക്കാൻ ആവശ്യമായ പ്രവൃത്തിയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വ്യത്യാസം. ഒരു ചാലകത്തിൻ്റെ രണ്ട് ബിന്ദുക്കൾക്കിടയിൽ വൈദ്യുത പ്രവാഹം അല്ലെങ്കിൽ കറണ്ട് ഉണ്ടാകണമെങ്കിൽ ആ ബിന്ദുക്കൾ തമ്മിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്കാണ് വൈദ്യുതി ഒഴുകുന്നത്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് വോൾട്ട്. ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് ഒരു കൂളോം ചാർജ് എത്തിക്കാൻ വേണ്ടി 1 ജൂൾ പ്രവൃത്തി ചെയ്തുവെങ്കിൽ ആ ബിന്ദുക്കൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ട് ആയിരിക്കും. ഒരു ചാലകത്തിൻ്റെ അഗ്രങ്ങൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്തുന്നതിനുള്ള കഴിവാണ് വൈദ്യുത ചാലക ബലം, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് EMF. ഒരു വൈദ്യുത സ്രോതസ് സെൽ ഓപ്പൺ സർക്യൂട്ടിൽ ആയിരിക്കുമ്പോൾ അതിൻ്റെ ടെർമിനലുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് ആ സെല്ലിൻ്റെ EMF. ഒരു സെല്ലിൻ്റെ EMF അളക്കുന്ന യൂണിറ്റാണ് വോൾട്ട്. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കേണ്ടതായ ബിന്ദുക്കളും വോൾട്ട് മീറ്ററും തമ്മിൽ ഘടിപ്പിക്കേണ്ടത് സമാന്തരമായാണ്. എർത്തിങ്. ഒരു വസ്തുവിനെ ലോഹചാലകം ഉപയോഗിച്ച് ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നതിന് പറയുന്നത് എർത്തിങ് എന്നാണ്.
ചാർജുള്ള ഒരു വസ്തുവിനെ എർത്ത് ചെയ്യുമ്പോൾ ഇലക്ട്രോണുകൾ ഭൂമിയിൽ നിന്നും വസ്തുവിലേക്കും വസ്തുവിൽ നിന്നും ഭൂമിയിലേക്കും പ്രവഹിച്ച് വസ്തുവിലെ ചാർജ് പൂർണ്ണമായി നിർവീര്യമാക്കുന്നു. ഭൂമി ഏത് സമയത്തും ഏതളവിലും ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യും. അതുകൊണ്ട് ഭൂമി അറിയപ്പെടുന്നത് ഇലക്ട്രോൺ ബാങ്ക് എന്നാണ്. കപ്പാസിറ്റർ വൈദ്യുത ചാർജിനെ സംഭരിച്ചു വയ്ക്കാൻ കഴിയുന്ന സംവിധാനമാണ് കപ്പാസിറ്റർ. പ്ലേറ്റുകൾക്ക് നിശ്ചിത പരപ്പളവുള്ള ഒരു കപ്പാസിറ്ററിൻ്റെ വൈദ്യുതി സംഭരിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കാൻ പ്ലേറ്റുകൾക്കിടയിൽ ഉപയോഗിക്കുന്ന അനുയോജ്യമായ ഇൻസുലേറ്ററുകളാണ് ഡൈ ഇലക്ട്രിക്. ഡ്രൈ ഇലക്ട്രിക്കായി ഉപയോഗിക്കുന്ന വസ്തുക്കൾ പേപ്പർ, വായു, പോളിസ്റ്റർ എന്നിവയാണ്. ഡൈ ഇലക്ട്രിക്കുകളുടെ പേരിലാണ് സാധാരണയായി കപ്പാസിറ്ററുകൾ അറിയപ്പെടുന്നത്. കപ്പാസിറ്ററിൻ്റെ ചാർജ് സംഭരിക്കാനുള്ള ശേഷിയാണ് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ്. എഫ്. ഒരു ഫാരഡ് 10⁻6 മൈക്രോ ഫാരഡ്. ഒരു ഫാരഡ് 10⁻12 പീക്കോ ഫാരഡ്. സെൽ രാസപ്രവർത്തനം വഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്രോതസ്സാണ് സെൽ. സെല്ലുകളെ രണ്ട് രീതിയിൽ ബന്ധിപ്പിക്കാം: ശ്രേണി രീതി സീരീസ് കണക്ഷൻ, സമാന്തര രീതി പാരലൽ കണക്ഷൻ. ഒരു സെല്ലിൻ്റെ പോസിറ്റീവിനെ രണ്ടാമത്തതിൻ്റെ നെഗറ്റീവിലേക്ക് എന്ന ക്രമത്തിൽ സെല്ലുകളെ ഒന്നിനൊന്ന് തുടർച്ചയായി ബന്ധിപ്പിക്കുന്ന രീതിയാണ് ശ്രേണി രീതി. ഒരു സർക്യൂട്ടിൽ അമ്മീറ്റർ ഘടിപ്പിക്കുന്നത് ശ്രേണി രീതിയിലാണ്. ശ്രേണി രീതിയുടെ ആകെ EMF സർക്യൂട്ടിലെ സെല്ലുകളുടെ EMFൻ്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. സെല്ലുകളുടെ സമാന ധ്രുവങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന രീതിയാണ് സമാന്തര രീതി അല്ലെങ്കിൽ പാരലൽ കണക്ഷൻ. സമാന്തര രീതിയിൽ ഒരേ EMFലുള്ള സെല്ലുകൾ ആണെങ്കിൽ ആകെ EMF സർക്യൂട്ടിലെ ഒരു സെല്ലിൻ്റെ EMFന് തുല്യമായിരിക്കും. സമാന്തര രീതിയിൽ സർക്യൂട്ടിലെ ആകെ കറണ്ട് സെല്ലുകളിലൂടെ വിഭജിച്ച് പ്രവഹിക്കുന്നു. സമാന്തര രീതിയിൽ സർക്യൂട്ടിലെ ആന്തര പ്രതിരോധം വളരെ കുറവായിരിക്കും. ഒരു സെക്കൻഡിൽ ഒരു ചാലകത്തിൽ കൂടി ഒഴുകുന്ന വൈദ്യുത ചാർജിൻ്റെ അളവാണ് കറണ്ട്. കറണ്ട് = ചാർജിൻ്റെ അളവ് / പ്രവഹിച്ച സമയം Q/T. ചാർജിൻ്റെ യൂണിറ്റ് / സമയത്തിൻ്റെ യൂണിറ്റ്. കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ. A. ഒരു A = 1 കൂളോം / 1 സെക്കൻഡ്. രാസോർജം വൈദ്യോർജമായും വൈദ്യോർജം രാസോർജമായി മാറുന്ന സംവിധാനമാണ് രാസസെൽ. ആദ്യമായി വൈദ്യുത രാസസെൽ നിർമ്മിച്ചത് അലക്സാൻഡ്രോ വോൾട്ടയാണ്. അനേകം സെല്ലുകൾ ഘടിപ്പിച്ച് നിർമ്മിക്കുന്നതാണ് ബാറ്ററി. ഇലക്ട്രിക് ബാറ്ററി കണ്ടുപിടിച്ചത് അലക്സാൻഡ്രോ വോൾട്ടയാണ്. രാസോർജത്തെ വൈദ്യോർജമാക്കി മാറ്റുന്ന ഉപകരണം ഗാൽവനിക് സെൽ, വോൾട്ടായിക് സെൽ എന്നും അറിയപ്പെടുന്നു. വൈദ്യോർജം രാസോർജമാക്കി മാറ്റുന്ന ഉപകരണം ഇലക്ട്രോലൈറ്റിക് സെൽ. വാഹനങ്ങൾ, ഇൻവെർട്ടർ, UPS എന്നിവയിൽ ഉപയോഗിക്കുന്ന സെല്ലാണ് ലെഡ് സ്റ്റോറേജ് സെൽ. ലെഡ് സ്റ്റോറേജ് സെൽ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിവുള്ളവയാണ്. കോർട്ടെക്സ് വാച്ച്, ടോയ്സ്, കാൽക്കുലേറ്റർ, ക്യാമറ എന്നിവയിൽ ഉപയോഗിക്കുന്ന സെൽ മെർക്കുറി സെൽ. ഇതിന് 1.35 വോൾട്ട് ഉണ്ട്. ബട്ടൺ സെൽ എന്നറിയപ്പെടുന്നത് മെർക്കുറി സെല്ലാണ്. വാച്ചിലെ കോർട്ടെക്സ് ക്രിസ്റ്റലിൻ്റെ പ്രവർത്തന തത്വം മർദ്ദക വൈദ്യുതി, പീസോ ഇലക്ട്രിസിറ്റി. പീസോ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് പിയറി ക്യൂറി. ടോർച്ച് സെല്ലിൽ നടക്കുന്ന പ്രവർത്തനം വൈദ്യുത രാസപ്രവർത്തനം. വോൾട്ടായിക് സെല്ലിൻ്റെ വോൾട്ടത 1 വോൾട്ട്. ഡ്രൈ സെല്ലിൻ്റെ അല്ലെങ്കിൽ ടോർച്ച് സെൽ വോൾട്ടത 1.5 വോൾട്ട്. ഡ്രൈ സെല്ലിലെ നെഗറ്റീവ് ഇലക്ട്രോഡ് അറിയപ്പെടുന്നത് ആനോഡ് എന്നാണ്. ഇത് സിങ്ക് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഡ്രൈ സെല്ലിലെ പോസിറ്റീവ് ഇലക്ട്രോഡ് അറിയപ്പെടുന്നത് കാഥോഡ്. ഇത് കാർബൺ ആണ്. മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ വോൾട്ടത 3.7 വോൾട്ടാണ്. ലോകത്തിലാദ്യമായി ബാറ്ററി ഇല്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്ന സെൽ ഫോൺ നിർമ്മിച്ചത് യൂണിവേഴ്സിറ്റി ഓഫ് വാഷിംഗ്ടൺ ആണ്. വൈദ്യുത ചാർജിൻ്റെ വിതരണം, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഒരു ചാലകത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന ചാർജ് അതിൻ്റെ ഉപരിതലത്തിൽ മാത്രമായിരിക്കും. കൂർത്ത അഗ്രങ്ങൾ ചാർജിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഇടിയും മിന്നലും, തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. അന്തരീക്ഷത്തിലെ ചാർജുള്ള മേഘങ്ങൾ തമ്മിലോ ചാർജുള്ള മേഘങ്ങളും ഭൂമിയും തമ്മിലോ ഉണ്ടാകുന്ന വൈദ്യുത ഡിസ്ചാർജാണ് മിന്നൽ.
പതിനായിരക്കണക്കിന് ആംപിയർ വൈദ്യുതി ഞൊടിയിടയിൽ വായുവിലൂടെ പ്രവഹിക്കുന്നത് മൂലം ഉണ്ടാകുന്ന പ്രകാശമാണ് മിന്നൽ. മിന്നലിനോടൊപ്പം വളരെ ഉയർന്ന താപനിലയിൽ വായുവിനുണ്ടാകുന്ന ക്രമാതീതമായ വികാസം മൂലമുണ്ടാകുന്ന പ്രകമ്പനമാണ് ഇടിനാദം. മിന്നൽ രക്ഷാചാലകം ലൈറ്റ്നിങ് കണ്ടക്ടർ. മിന്നലിൽ നിന്നും രക്ഷ നേടാനുള്ള സംവിധാനമാണ് മിന്നൽ രക്ഷാചാലകം. എർത്ത് ചെയ്ത മിന്നൽ രക്ഷാചാലകത്തിൻ്റെ കൂർത്ത അഗ്രങ്ങളിൽ മേഘങ്ങളിൽ സ്വരൂപിക്കപ്പെടുന്ന ചാർജിൻ്റെ വിപരീത ചാർജ് സംഭരിക്കപ്പെടുകയും മേഘങ്ങളിൽ നിന്നും വരുന്ന ചാർജിനെ നിർവീര്യമാക്കുകയും ചെയ്യുന്നു. അതുവഴി മിന്നൽ ഉണ്ടാകാനുള്ള സാഹചര്യം ഇല്ലാതാകുന്നു. ആവശ്യമായ അളവിൽ ഇലക്ട്രോണുകളെ മിന്നൽ രക്ഷാചാലകത്തിൻ്റെ കുഴിച്ചിട്ടിരിക്കുന്ന ഭാഗത്തു നിന്നും വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നതിനാണ് മിന്നൽ രക്ഷാചാലകം നന്നായി എർത്ത് ചെയ്തിരിക്കുന്നത്. മിന്നലേറ്റാൽ സ്വീകരിക്കേണ്ട പ്രാഥമിക നടപടികൾ. മിന്നലേറ്റ ഒരാളെ വായുസഞ്ചാരമുള്ള ഒരു സ്ഥലത്ത് നിവർത്തിക്കിടത്തണം. ശരീരത്തിലെ രക്തം തണുത്തുറഞ്ഞ് പോകാതിരിക്കാൻ ശരീരം മുഴുവൻ തിരുമ്മി ചൂടുപിടിപ്പിക്കണം. ശ്വാസോച്ഛ്വാസം നിലച്ചു പോകാതിരിക്കാൻ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകണം. ഹൃദയമിടിപ്പ് നിലച്ചു പോകാതിരിക്കാൻ ഇടവിട്ട് നെഞ്ചിൽ ശക്തമായി അമർത്തണം. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. കാലഘട്ടം 1706 മുതൽ 1790 വരെ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ജനിച്ചത് 1706 ജനുവരി 17 അമേരിക്കയിലെ ബോസ്റ്റണിലാണ്. വൈദ്യുത ചാർജുകളെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നാമകരണം ചെയ്ത ശാസ്ത്രജ്ഞനാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. വിഖ്യാതമായ പട്ടം പറത്തൽ പരീക്ഷണത്തിൽ നിന്നും മിന്നലിൻ്റെ കാരണം ചാർജുകളുടെ ഒഴുക്കാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. മിന്നലുള്ളപ്പോൾ അതിൽ നിന്നും രക്ഷ നേടാനുള്ള മാർഗങ്ങൾ. വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കരുത്. വീട്ടിലെ ഭിത്തിയിൽ ചാരി നിൽക്കരുത്. ജനൽ കമ്പികളിലോ ഗ്രില്ലുകളിലോ പിടിച്ചു നിൽക്കരുത്. ഉയരമുള്ള വൃക്ഷച്ചുവട്ടിൽ നിൽക്കരുത്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന വൃക്ഷച്ചുവട്ടിൽ അഭയം തേടരുത്. ഒരു കൂളോം ചാർജ്. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റാണ് കൂളോം. ഒരേ വൈദ്യുത ചാർജുള്ള രണ്ട് സൂക്ഷ്മ വസ്തുക്കൾ ശൂന്യതയിൽ 1 മീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അവയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന വികർഷണ ബലം 9 × 10⁹ ന്യൂട്ടൺ ആണെങ്കിൽ അവയുടെ ചാർജ് 1 കൂളോം വീതമായിരിക്കും. ഇത് 6.25 × 10⁻18 ഇലക്ട്രോണുകളുടെ ചാർജിന് തുല്യമാണ്. ഭൗമോപരിതലത്തിൽ സ്ഥിതി ചെയ്യുന്ന 10⁹ കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിനോളമുള്ള ബലമാണ് 9 × 10⁹ ന്യൂട്ടൺ. ചാർജുകളുടെ ചലനം വൈദ്യുതപ്രവാഹം സൃഷ്ടിക്കുന്നു. ചാലകങ്ങൾ വൈദ്യുതപ്രവാഹം ഉണ്ടാക്കുന്നത് സ്വതന്ത്ര ഇലക്ട്രോണുകൾ വഴിയാണ്. ഇലക്ട്രോലൈറ്റുകളിലും വാതകങ്ങളിലും വൈദ്യുതപ്രവാഹം ഉണ്ടാകുന്നത് അയോണുകൾ മുഖാന്തരമാണ്. വൈദ്യുത വിശ്ലേഷണം. ഒരു ഇലക്ട്രോലൈറ്റിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ അയോണുകൾ വേർതിരിക്കുന്ന പ്രതിഭാസമാണ് വൈദ്യുത വിശ്ലേഷണം, ഇലക്ട്രോളിസിസ്. വൈദ്യുത വിശ്ലേഷണ തത്വം ആവിഷ്കരിച്ചത് മൈക്കൽ ഫാരഡെയാണ്. വൈദ്യുത വിശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ഇലക്ട്രോലൈറ്റ്. വൈദ്യുതി കടത്തിവിടുന്നതിനോടൊപ്പം വിഘടനത്തിന് വിധേയമാകുന്ന പദാർത്ഥമാണ് ഇലക്ട്രോലൈറ്റ്. വൈദ്യുത വിശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന ലോഹങ്ങൾക്കുദാഹരണം കോപ്പർ, നിക്കൽ, സിങ്ക് എന്നിവയാണ്. വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ. വൈദ്യുത പ്രവാഹം. ഇലക്ട്രിക് കറണ്ട്. വൈദ്യുത ചാർജുകളുടെ ഒഴുക്കാണ് വൈദ്യുത പ്രവാഹം. ഒരു സെക്കൻഡിൽ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത ചാർജിൻ്റെ അളവ് വൈദ്യുത പ്രവാഹത്തിൻ്റെ തീവ്രത / കറണ്ട് ചാർജിൻ്റെ അളവ് / പ്രവഹിച്ച സമയം. കറണ്ടിൻ്റെ യൂണിറ്റ് ചാർജിൻ്റെ യൂണിറ്റ് / സമയത്തിൻ്റെ യൂണിറ്റ്. കൂളോം / സെക്കൻഡ്. ആംപിയർ. വൈദ്യുതവാഹിയായ ഒരു ചാലക കമ്പിയുടെ അരികിലൂടെ നടക്കുന്ന ഒരാളുടെ വേഗം ഇലക്ട്രോണുകളുടെ ചലനവേഗത്തേക്കാൾ 100 മടങ്ങ് കൂടുതലാണ്. അമ്മീറ്റർ. ഇലക്ട്രിക് കറണ്ട് അളക്കുന്നതിനുള്ള ഉപകരണമാണ് അമ്മീറ്റർ. അമ്മീറ്റർ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തേണ്ടത് ശ്രേണിയായാണ്. കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ. കറണ്ടിൻ്റെ ചെറിയ യൂണിറ്റുകൾ മില്ലി ആംപിയർ, മൈക്രോ ആംപിയർ. ഡിജിറ്റൽ മൾട്ടിമീറ്റർ. DC-യുടെ വോൾട്ടേജ്, കറണ്ട്, AC-യുടെ വോൾട്ടേജ്, കറണ്ട്, ചാലകത്തിൻ്റെ പ്രതിരോധം തുടങ്ങിയവ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ. ഡിജിറ്റൽ മൾട്ടിമീറ്ററിൻ്റെ ഭാഗങ്ങൾ
ഫങ്ഷൻ ആൻഡ് റേഞ്ചിങ് സ്വിച്ച്, ഡിസ്പ്ലേ, കോമൺ ജാക്ക്, പ്ലഗ് ഇൻ കണ്ടക്ടർ, പ്ലഗ് ഇൻ ജാക്കുകൾ. ഏതൊരു ബൾബിൻ്റെയും ഫിലമെൻറ്റിന് ഒരു നിശ്ചിത പ്രതിരോധം ഉണ്ടായിരിക്കും. പവറും പ്രതിരോധവും ഒരേ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ പ്രവർത്തിക്കുന്നു. പവർ തുല്യമായ ബൾബുകളുടെ പ്രതിരോധവും തുല്യമായിരിക്കും. പ്രതിരോധം ഒരു പദാർത്ഥത്തിൽ കൂടിയുള്ള ഇലക്ട്രോണുകളുടെ പ്രവാഹത്തിനുണ്ടാകുന്ന തടസ്സത്തെ നിയന്ത്രിക്കുന്ന ഘടകമാണ് പ്രതിരോധം. അർദ്ധചാലകങ്ങൾ താപനില കൂടുമ്പോൾ വൈദ്യുത പ്രതിരോധം കുറയുന്നു. വൈദ്യുത പ്രതിരോധം കുറയുമ്പോൾ ചാലകത കൂടുന്നു. ലോഹങ്ങളിൽ താപനില കൂടുമ്പോൾ പ്രതിരോധം വർദ്ധിക്കുന്നു. പ്രതിരോധത്തിൻ്റെ അല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം. ഒരു ചാലകത്തിലൂടെ 1 ആംപിയർ കറണ്ട് ഒഴുകുമ്പോൾ ചാലകത്തിൻ്റെ അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ട് ആണെങ്കിൽ ആ ചാലകത്തിൻ്റെ പ്രതിരോധം 1 ഓം. 1 ഓം ഈസ് ഈക്വൽ ടു 1 വോൾട്ട് ഡിവൈഡ് ബൈ 1 ആംപിയർ. ഒരു വൈദ്യുത ചാലകത്തിൻ്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നീളം, ഛേദതല പരപ്പളവ്, പദാർത്ഥത്തിൻ്റെ സ്വഭാവം, താപനില. പൊട്ടൻഷ്യൽ വ്യത്യാസം സ്ഥിരമായിരുന്നാൽ പ്രതിരോധവും വൈദ്യുത പ്രവാഹവും വിപരീത അനുപാതത്തിലായിരിക്കും. ഒരേ ഛേദതല പരപ്പളവുള്ള ഒരു ചാലകത്തിൻ്റെ നീളവും അതിൻ്റെ പ്രതിരോധവും നേർ അനുപാതത്തിൽ ആയിരിക്കും. ഒരു നിശ്ചിത പ്രതിരോധം ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്താനായി പ്രയോഗിക്കുന്ന ചാലകമാണ് പ്രതിരോധകം, റെസിസ്റ്റർ. ഒരു സർക്യൂട്ടിലെ പ്രതിരോധം ക്രമമായി മാറ്റം വരുത്തി കറണ്ടിനെ നിയന്ത്രിക്കാനുള്ള ഉപകരണമാണ് റിയോസ്റ്റാറ്റ്. ഓം നിയമം. വൈദ്യുതിയുടെ പൊട്ടൻഷ്യൽ വ്യത്യാസവും വൈദ്യുതിയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന വൈദ്യുത നിയമമാണ് ഓം നിയമം, ഓംസ് ലോ. താപനില സ്ഥിരമായിരുന്നാൽ ഒരു ചാലകത്തിൽ കൂടിയുള്ള വൈദ്യുത പ്രവാഹം അതിൻ്റെ 2 അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിൽ ആയിരിക്കും. V is equal to RI. I is equal to V divided by R. V പൊട്ടൻഷ്യൽ വ്യത്യാസം, I വൈദ്യുത പ്രവാഹത്തിൻ്റെ തീവ്രത, R പ്രതിരോധം. ഓം നിയമം ആവിഷ്കരിച്ച ഭൗതിക ശാസ്ത്രജ്ഞനാണ് ജോർജ് സൈമൺ ഓം. ഇദ്ദേഹത്തിനുള്ള ആദരസൂചകമായി പ്രതിരോധത്തിൻ്റെ യൂണിറ്റിന് ഓം എന്ന് പേര് നൽകിയിരിക്കുന്നു. പ്രതിരോധങ്ങളുടെ ക്രമീകരണം സർക്യൂട്ടുകളിൽ. ശ്രേണീരീതി, സീരീസ് കണക്ഷൻ. സർക്യൂട്ടിൽ പ്രതിരോധങ്ങളെ ഒന്നിനോടൊന്ന് തുടർച്ചയായി ബന്ധിപ്പിച്ച് സർക്യൂട്ട് ഒറ്റ പാതയിലൂടെ പൂർത്തിയാക്കുന്ന രീതിയാണ് ശ്രേണീരീതി. പ്രതിരോധങ്ങളെ ശ്രേണീരീതിയിൽ ബന്ധിപ്പിക്കുമ്പോൾ സഫല പ്രതിരോധം കൂടുന്നു. പ്രതിരോധങ്ങളെ ശ്രേണീരീതിയിൽ ബന്ധിപ്പിക്കുമ്പോൾ സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം പ്രതിരോധങ്ങൾക്കിടയിൽ വിഭജിക്കപ്പെടുന്നു. V is equal to V1 plus V2. കറണ്ട് എല്ലാ പ്രതിരോധങ്ങളും ഒരുപോലെയാണ്. V1 is equal to IR1, V2 is equal to IR2. പ്രതിരോധങ്ങളുടെ ശ്രേണി സർക്യൂട്ടിൽ ഉയർന്ന പ്രതിരോധമുള്ള പ്രതിരോധങ്ങളുടെ അഗ്രങ്ങളിൽ വോൾട്ടത കൂടുതലായിരിക്കും. ശ്രേണീരീതിയിൽ പ്രതിരോധങ്ങളെ ബന്ധിപ്പിക്കുമ്പോൾ സഫല പ്രതിരോധം പ്രതിരോധങ്ങളുടെ ആകെ തുകയായിരിക്കും. R is equal to R1 plus R2. സമാന്തര രീതി, പാരലൽ കണക്ഷൻ. സർക്യൂട്ടിൽ പ്രതിരോധങ്ങളെ സമാന്തരമായി ഘടിപ്പിക്കുന്നത് മൂലം കറണ്ട് ഓരോ ശാഖ വഴിയും വിഭജിച്ച് സർക്യൂട്ട് പൂർത്തിയാക്കുന്ന രീതിയാണ് സമാന്തര രീതി. സർക്യൂട്ടിലെ ആകെ കറണ്ട് ശാഖാ സർക്യൂട്ടിലെ കറണ്ടുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. I is equal to I1 plus I2. R1, R2 എന്നീ പ്രതിരോധങ്ങളെ സമാന്തര രീതിയിൽ ബന്ധിപ്പിക്കുമ്പോൾ സഫല പ്രതിരോധം 1/R is equal to 1/R1 plus 1/R2. R is equal to R1 R2 the whole divided by R1 plus R2. R പ്രതിരോധമുള്ള N പ്രതിരോധങ്ങളെ സമാന്തര രീതിയിൽ ഘടിപ്പിച്ചാൽ സഫല പ്രതിരോധം R is equal to R/N. N പ്രതിരോധങ്ങളുടെ എണ്ണം, R is equal to പ്രതിരോധത്തിൻ്റെ മൂല്യം. പ്രതിരോധങ്ങൾ ശ്രേണീരീതിയിൽ. സഫല പ്രതിരോധം കൂടുന്നു. കറണ്ട് എല്ലാ പ്രതിരോധങ്ങളിലും തുല്യമായിരിക്കും. ഓരോ പ്രതിരോധകത്തിനും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം ഒരുപോലെ ആയിരിക്കില്ല. ഇത് പ്രതിരോധകത്തിൻ്റെ മൂല്യത്തിനനുസരിച്ച് വിഭജിക്കപ്പെടുന്നു. ഓരോ പ്രതിരോധകത്തെയും ഓരോ സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയില്ല. പ്രതിരോധകങ്ങൾ സമാന്തര രീതിയിൽ. സഫല പ്രതിരോധം കുറയുന്നു. ഓരോ പ്രതിരോധകത്തിലൂടെയും ഒഴുകുന്ന കറണ്ട് വ്യത്യാസം.
ഇത് പ്രതിരോധകത്തിൻ്റെ മൂല്യത്തിനനുസരിച്ച് വിഭജിക്കപ്പെടുന്നു. വോൾട്ട് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം എല്ലാ പ്രതിരോധകത്തിലും തുല്യമായിരിക്കും. ഓരോ പ്രതിരോധകത്തെയും ഓരോ സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയും. കളർ കോഡ്. വിപണിയിൽ കിട്ടുന്ന കാർബൺ പ്രതിരോധകങ്ങളുടെ മൂല്യം രേഖപ്പെടുത്തുന്ന സംവിധാനമാണ് കളർ കോഡ്. കളർ കോഡിൽ ഉപയോഗിക്കുന്ന വലയങ്ങളിലെ നിറങ്ങളുടെ എണ്ണം 4 ആണ്. ആദ്യത്തെ 2 വലയങ്ങൾ സൂചിപ്പിക്കുന്നത് കളർ മൂല്യത്തിൻ്റെ ആദ്യ 2 അക്കങ്ങളെയാണ്. മൂന്നാമത്തെ വലയം സൂചിപ്പിക്കുന്നത് പൂജ്യങ്ങളുടെ എണ്ണം. നാലാമത്തെ വലയം സൂചിപ്പിക്കുന്നത് ടോളറൻസ് അല്ലെങ്കിൽ വ്യതിയാനത്തെയാണ്. വെള്ളി വലയത്തിൻ്റെ ടോളറൻസ് ±10%, ഗോൾഡ് വലയത്തിൻ്റെ ടോളറൻസ് ±5%, നാലാമത്തെ കളർ ഇല്ലെങ്കിൽ ±20% വ്യതിയാനം ഉണ്ടായിരിക്കും. ഉദാഹരണമായി ആദ്യ 2 വലയങ്ങൾ ചുവപ്പും വയലറ്റുമായാൽ ആദ്യ 2 അക്കങ്ങൾ 2, 7 ഇങ്ങനെയായിരിക്കും. മൂന്നാമത്തേത് ഓറഞ്ച് ആയാൽ പൂജ്യങ്ങളുടെ എണ്ണമായതിനാൽ ഓറഞ്ചിന് 3 പൂജ്യം. ആകെ മൂല്യം 2 + 7 + 000 =27,000 ഓം. നാലാമത്തെ വെള്ളവര കൂടി പരിഗണിച്ചാൽ പ്രതിരോധത്തിൻ്റെ ആകെ മൂല്യം 27 കിലോ ഓം ±10%. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ചില ഉപകരണങ്ങൾ. വീടുകളിലും മറ്റുള്ള ഉപകരണങ്ങളിലോ സർക്യൂട്ടിലോ കറണ്ട് എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വൈദ്യുത ടെസ്റ്റർ. കറണ്ടിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ടെസ്റ്ററിനുള്ളിലെ ബൾബ് പ്രകാശിക്കുന്നു. ഇൻസുലേഷനുള്ള ഇലക്ട്രിക് വയറുകൾ കൂട്ടിയോജിപ്പിക്കേണ്ടി വരുമ്പോഴും ഇവ ഉപകരണങ്ങൾ ഘടിപ്പിക്കേണ്ടി വരുമ്പോഴും വയറുകളുടെ ഇൻസുലേഷൻ നീക്കം ചെയ്യാൻ പ്രയോഗിക്കുന്ന ഉപകരണമാണ് വയർ സ്ട്രിപ്പർ. വയറുകൾ കൂട്ടിപ്പിരിക്കുക, മുറിക്കുക, ഉറപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങൾ ഇളക്കിയെടുക്കുക എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണം പ്ലെയറാണ്. സർക്യൂട്ടിലെ വയറുമായോ ഉപകരണവുമായോ ബന്ധിപ്പിക്കാതെ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് അളക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് ക്ലാമ്പ് അമ്മീറ്റർ. സർക്യൂട്ടിലെ ഇലക്ട്രോണിക് ഘടകങ്ങൾ വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സോൾഡറിംഗ് അയണാണ്. ഉറപ്പ് കൂടിയ പ്രതലങ്ങളിൽ ദ്വാരങ്ങളിടാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഡ്രിൽ മെഷീൻ. വൈദ്യുത ഊർജത്തെ ഒരു ഉപകരണം പ്രയോജനപ്രദമായ ഏത് ഊർജ രൂപത്തിലേക്കാണോ മാറ്റുന്നത് അതായിരിക്കും അതിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലം. വൈദ്യുത ഉപകരണങ്ങളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഓരോ ഉപകരണത്തിൻ്റെയും ഊർജ്ജമാറ്റം. ഇൻഡക്ഷൻ കുക്കർ ഉപയോഗം താപം ലഭിക്കാൻ, ഊർജ്ജമാറ്റം വൈദ്യോർജ്ജം, താപോർജ്ജം. സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ വൈദ്യുതി ലഭിക്കാൻ, വൈദ്യോർജ്ജം രാസോർജ്ജം. ഇലക്ട്രിക് ഓവൻ താപം ലഭിക്കാൻ, വൈദ്യോർജ്ജം താപോർജ്ജം. മിക്സി യാന്ത്രികോർജ്ജം ലഭിക്കാൻ, വൈദ്യോർജ്ജം യാന്ത്രികോർജ്ജം. വൈദ്യുത പ്രവാഹത്തിൻ്റെ താപബലം ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. താപബലം നൽകുന്ന വിവിധ വൈദ്യുത ഉപകരണങ്ങളാണ് വൈദ്യുത ഇസ്തിരിപ്പെട്ടി, ഇലക്ട്രിക് അയൺ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് ഓവൻ എന്നിവ. കറണ്ട് I = Q/T. Q ചാർജ്, T സമയം. ഒരു കൂളോം ചാർജ് ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് ചലിപ്പിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി 1 ജൂൾ ആണെങ്കിൽ ആ ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ട് ആയിരിക്കും. ഒരു കൂളോം ചാർജിനെ അല്ലെങ്കിൽ P വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിലൂടെ ചലിപ്പിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി W = B ജൂൾ. Q കൂളോം ചാർജിനെ B വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിലൂടെ ചലിപ്പിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി W = QB ജൂൾ. വൈദ്യുത ചാർജിനെ ചാലകത്തിലൂടെ ചലിപ്പിക്കാൻ ആവശ്യമായ പ്രവൃത്തി ചെയ്യുന്നത് സർക്യൂട്ടിൽ ഘടിപ്പിച്ച ബാറ്ററിയാണ്. നിക്രോം പ്രതിരോധം ഉൾപ്പെടുത്തിയ സർക്യൂട്ടിൽ ബാറ്ററി ചെലവഴിച്ച വൈദ്യോർജ്ജം താപോർജ്ജമായി മാറ്റപ്പെട്ടിട്ടുണ്ടാകും. ബാറ്ററി 1 സെക്കൻഡ് സമയം കൊണ്ട് സർക്യൂട്ടിൽ നൽകുന്ന വൈദ്യുതി പവർ P = W/T. P = V × Q/T. I = Q/T ആയതിനാൽ P = VI. T സെക്കൻഡ് കൊണ്ട് ബാറ്ററി സർക്യൂട്ടിന് നൽകിയ പവർ PT = VIT. ജൂൾ നിയമം. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിൻ്റെയും
ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിൻ്റെയും ഗുണനഫലത്തിൻ്റെ നേർ അനുപാതത്തിലായിരിക്കും. H is directly proportional to I square RT. H is equal to I square RT. I വൈദ്യുത പ്രവാഹ തീവ്രത യൂണിറ്റ് ആംപിയർ, R പ്രതിരോധം യൂണിറ്റ് ഓം, T സമയം യൂണിറ്റ് സെക്കൻഡ്. H is equal to I square RT. ഓം നിയമപ്രകാരം V is equal to IR. R is equal to V by I. H is equal to I square RTയിൽ ആരോപിച്ചാൽ H is equal to I square into VI into T. H is equal to VIT. H is equal to I square RT എന്ന സമവാക്യത്തെ മറ്റൊരു രൂപത്തിലും എഴുതാവുന്നതാണ്. I is equal to V by R നെ H is equal to I square RTയിൽ ആരോപിച്ചാൽ H is equal to V by R the whole square. RT is equal to V square T the whole divided by R. ഒരു സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനമാണ് ജൂൾ ഹീറ്റിംഗ്. ജൂൾ ഹീറ്റിംഗ് ഓർ ഓമിക് ഹീറ്റിംഗ്. താപഫലം പ്രയോജനപ്പെടുത്തുന്ന നിയമമാണ് ജൂൾ നിയമം. 4.2 ജൂൾ ഈസ് ഈക്വൽ ടു 1 കലോറി. വൈദ്യുത താപഫലം ഉപയോഗങ്ങൾ. വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് വൈദ്യുതാപന ഉപകരണങ്ങൾ. വൈദ്യുതാപന ഉപകരണങ്ങൾ വൈദ്യുതോർജ്ജം മാറുന്നത് താപോർജ്ജമായിട്ടാണ്. ഉദാഹരണം ഇലക്ട്രിക് അയൺ. ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം നിക്രോം. നിക്രോമിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ നിക്കൽ, ക്രോമിയം, ഇരുമ്പ്. വൈദ്യുത താപന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് നിക്രോമിനുണ്ടായിരിക്കേണ്ട മേന്മകൾ ഉയർന്ന ദ്രവണാങ്കം, ഉയർന്ന റെസിസ്റ്റിവിറ്റി, ചുട്ടുപഴുത്ത അവസ്ഥയിൽ ജ്വലിക്കാതെ ദീർഘനേരം നിലനിൽക്കാനുള്ള കഴിവ്, അതായത് ഓക്സീകരിക്കാതെ. ഹീറ്റിംഗ് കോയിൽ ഇല്ലാതെ താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങൾ മൈക്രോവേവ് ഓവൻ, ഇൻഡക്ഷൻ കുക്കർ. മൈക്രോവേവ് ഓവനിൽ താപം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് മൈക്രോവേവ് ആണ്. ഇൻഡക്ഷൻ കുക്കറിൽ താപം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് എഡ്ഡി കറണ്ടാണ്. റെസിസ്റ്റിവിറ്റി യൂണിറ്റ് ചേതല പരപ്പളവും യൂണിറ്റ് നീളവുമുള്ള ഒരു ചാലകത്തിൻ്റെ പ്രതിരോധമാണ് റെസിസ്റ്റിവിറ്റി. P is equal to RA divided by I. താപനില വർദ്ധിക്കുമ്പോൾ ചാലകങ്ങളുടെ റെസിസ്റ്റിവിറ്റി കൂടുകയും താപനില കുറയുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയുകയും ചെയ്യുന്നു. നിശ്ചിത താപനിലയിലുള്ള ഒരു പദാർത്ഥത്തിൻ്റെ റെസിസ്റ്റിവിറ്റി സ്ഥിരമാണ്. വ്യത്യസ്ത പദാർത്ഥങ്ങളുടെ റെസിസ്റ്റിവിറ്റി വ്യത്യസ്തമായിരിക്കും. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ. കണ്ടക്ടിവിറ്റി ഒരു ചാലകത്തിൻ്റെ റെസിസ്റ്റിവിറ്റിയുടെ വ്യുൽക്രമമാണ് ആ ചാലകത്തിൻ്റെ കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി is equal to 1 by P. കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ഓം റേസ് ടു -1 m റേസ് ടു -1 അല്ലെങ്കിൽ സീമൻസ് പെർ മീറ്റർ. താപചാലകങ്ങളായി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ: ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, ചുട്ടുപഴുത്ത അവസ്ഥയിൽ ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം മാറ്റങ്ങൾക്ക് വിധേയമാകാതെ നിലനിൽക്കാനുള്ള കഴിവ്. വൈദ്യുത പ്രവാഹത്തിൻ്റെ പ്രകാശഫലം. വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലമായി പ്രകാശം തരുന്ന ഉപകരണത്തിന് ഉദാഹരണമാണ് ബൾബ്. സാധാരണ വോൾട്ടേജിൽ ഫിലമെൻ്റ് ലാമ്പുകളിലെ ഫിലമെൻ്റ് ചുട്ടുപഴുത്ത് പ്രകാശം തരുന്നതിനാൽ ഇത്തരം ബൾബുകൾ അറിയപ്പെടുന്നത് ഇൻകാൻഡസെൻ്റ് ലാമ്പുകൾ എന്നാണ്. ഇൻകാൻഡസെൻ്റ് ലാമ്പ് എന്നറിയപ്പെടുന്നത് ഫിലമെൻ്റ് ലാമ്പാണ്. ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൺ ഫിലമെൻ്റായി ഉപയോഗിക്കുന്നതിനുള്ള കാരണങ്ങൾ ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, നേർത്ത കമ്പികളാക്കാൻ കഴിയുന്നു, ചുട്ടുപഴുത്ത് ധവളപ്രകാശം പുറപ്പെടുവിക്കാനുള്ള കഴിവ്. ടങ്സ്റ്റൻ്റെ ദ്രവണാങ്കം 3422 ഡിഗ്രി സെൽഷ്യസ്. ഇലക്ട്രിക് ബൾബിൽ വായു നീക്കം ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ: ബൾബിലെ ഫിലമെൻ്റ് ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ കത്തി ഓക്സൈഡ് ആകാതിരിക്കാൻ. ഇൻകാൻഡസെൻ്റ് ലാമ്പുകളിൽ ബാഷ്പീകരണം കുറയ്ക്കാനായി നിറയ്ക്കുന്ന വാതകങ്ങൾ ആർഗൺ, നൈട്രജൻ. ഇൻകാൻഡസെൻ്റ് ലാമ്പുകൾ ബാഷ്പീകരണം കുറയ്ക്കാൻ നൈട്രജൻ ഉപയോഗിക്കുന്നതിന് കാരണം സാധാരണ താപനിലയിലും മർദ്ദത്തിലും നൈട്രജൻ ഒരു അലസവാതകത്തെ പോലെ പെരുമാറുന്നു.
താപനിലയിലുള്ള നേരിയ വർധനവ് നൈട്രജൻ്റെ വികാസത്തെ സ്വാധീനിക്കുന്നില്ല. നൈട്രജൻ പ്രകൃതിയിൽ സുലഭമാണ്. ഫിലമെൻ്റ് ലാമ്പ് അല്ലെങ്കിൽ ഇലക്ട്രിക് ബൾബ് ആദ്യമായി നിർമ്മിച്ചത് തോമസ് ആൽവ എഡിസൺ 1879. ഇൻകാൻഡസെൻ്റ് ലാമ്പുകളിൽ നൽകുന്ന വൈദ്യോർജ്ജത്തിൻ്റെ ബഹുഭൂരിഭാഗവും നഷ്ടപ്പെടുന്നത് താപരൂപത്തിലാണ്. ഇൻകാൻഡസെൻ്റ് ലാമ്പുകളിൽ ഫിലമെൻ്റായി നിക്രോം ഉപയോഗിക്കാത്തതിന് കാരണം ചുട്ടുപഴുത്ത അവസ്ഥയിൽ ധവളപ്രകാശം നൽകാൻ കഴിയാത്തതുകൊണ്ടാണ്. ഒരു ബൾബിലെ പൊട്ടിയ ഫിലമെൻറ്റിൻ്റെ ഭാഗങ്ങൾ വീണ്ടും ചേർത്ത് വെച്ച് ബൾബുകൾ പ്രകാശിപ്പിക്കുമ്പോഴുള്ള പ്രത്യേകത ബൾബിൻ്റെ പ്രകാശതീവ്രത വർദ്ധിക്കുന്നു. ബൾബിൽ പൊട്ടിയ ഫിലമെൻറ്റുകൾ ചേർത്ത് വയ്ക്കുമ്പോൾ പ്രതിരോധം കുറയുന്നു. ഫിലമെൻ്റ് ലാമ്പുകളിലെ താപബലം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ: ചികിത്സാരംഗത്ത്, പൗൾട്രി ഫാമുകളിൽ. ഡിസ്ചാർജ് ലാമ്പുകൾക്കുദാഹരണം CFL, ട്യൂബ് ലൈറ്റ് അല്ലെങ്കിൽ ഫ്ലൂറസെൻ്റ് ലാമ്പ്, സോഡിയം വേപ്പർ ലാമ്പ്, ആർക്ക് ലാമ്പ്. ലാമ്പിൽ നിറച്ചിരിക്കുന്ന വാതകത്തിനനുസരിച്ച് ഡിസ്ചാർജ് ലാമ്പുകൾ പല വർണ്ണങ്ങളിൽ പ്രകാശിക്കുന്നു. ബൾബിൻ്റെ നിറം: വേപ്പർ ലാമ്പിൽ നിറച്ചിരിക്കുന്ന വാതകം. പച്ച ക്ലോറിൻ, ചുവപ്പ് നൈട്രജൻ, നീല ഹൈഡ്രജൻ, മഞ്ഞ സോഡിയം ബാഷ്പം, ഓറഞ്ച് ചുവപ്പ് നിയോൺ, വെള്ള മെർക്കുറി. ആധുനിക ഫ്ലൂറസെൻ്റ് ലാമ്പുകൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രോണിക് ചോക്കുകളാണ്. ട്യൂബ് ലൈറ്റിലെ ചോക്കിൻ്റെ ഉദ്ദേശം ക്രമാതീതമായ വോൾട്ടേജ് ഉയർത്തുക. ആരംഭഘട്ടത്തിൽ ട്യൂബിനുള്ളിൽ ഡിസ്ചാർജ് തുടങ്ങാനാവശ്യമായ ഉയർന്ന വോൾട്ടേജ് നൽകുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ടുകളാണ്. ഈച്ചകളുടെ ട്രാപ്പായും ബാങ്കുകളിൽ വ്യാജ നോട്ടുകൾ തിരിച്ചറിയാനും രേഖകളിലെ കൃത്രിമം കണ്ടെത്താനും ഉപയോഗിക്കുന്നത് അൾട്രാ വയലറ്റ് രശ്മികൾ അടങ്ങുന്ന നീലപ്രകാശം ലഭിക്കുന്ന തരം ഫ്ലൂറസെൻ്റ് ട്യൂബുകൾ ആണ്. വലിയ ഫ്ലൂറസെൻ്റ് ട്യൂബുകളുടെ നീളം കുറച്ചും കുറഞ്ഞ പവറിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന പാകത്തിൽ രൂപപ്പെടുത്തിയതുമായ ലാമ്പുകളാണ് കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പ് CFL. ഫ്ലൂറസെൻ്റ് ട്യൂബുകളിലും CF ലാമ്പുകളിലും അടങ്ങിയിരിക്കുന്ന പ്രകൃതിക്ക് ഹാനികരമായ പദാർത്ഥമാണ് മെർക്കുറി ബാഷ്പം. CFLനേക്കാൾ കുറഞ്ഞ പവറിൽ പ്രവർത്തിക്കുകയും കൂടുതൽ പ്രകാശം തരികയും ചെയ്യുന്ന ഒരു പ്രകാശിക ഉപകരണമാണ് LED ലാമ്പ് ലൈറ്റ് എമിറ്റഡ് ഡയോഡ്. ഫിലമെൻ്റ് ഇല്ലാത്തതിനാൽ താപരൂപത്തിലുള്ള ഊർജ്ജനഷ്ടം ഉണ്ടാകാത്ത ലാമ്പാണ് LED ലാമ്പ്. മെർക്കുറി ഇല്ലാത്തതിനാൽ പരിസ്ഥിതിക്ക് ഹാനികരമല്ലാത്ത ലാമ്പാണ് LED ലാമ്പ്. വളരെ കുറഞ്ഞ പവറിൽ പ്രവർത്തിക്കുന്ന ലാമ്പ് LED ലാമ്പ്. ഫിലമെൻ്റ് ലാമ്പിൻ്റെ ആയുസ്സ് 1000 മണിക്കൂർ. ഫ്ലൂറസെൻ്റ് ലാമ്പിൻ്റെ ആയുസ്സ് 6000 മുതൽ 15000 മണിക്കൂർ. ഇൻകാൻഡസെൻ്റ് ലാമ്പുകളെക്കാളും ഡിസ്ചാർജ് ലാമ്പുകളെക്കാളും കുറഞ്ഞ പവറിൽ പ്രവർത്തിക്കുകയും കൂടുതൽ പ്രകാശം തരികയും ചെയ്യുന്ന ഒരു പ്രകാശിക ഉപകരണമാണ് LED ബൾബ്. LED ബൾബിനെ ഹോൾഡറുമായി ബന്ധിപ്പിക്കുന്ന ലോഹഭാഗമാണ് ബേസ് യൂണിറ്റ് E22. LED ബൾബിൻ്റെ മേന്മകൾ: കുറഞ്ഞ വൈദ്യുത ഉപയോഗം, കുറഞ്ഞ വോൾട്ടേജിലും പ്രവർത്തിക്കും, കൂടുതൽ ആയുസ്സ്, ഫിലമെൻ്റ് ഇല്ലാത്തതിനാൽ താപരൂപത്തിലുള്ള ഊർജ്ജനഷ്ടം ഉണ്ടാകുന്നില്ല, ക്ഷമത കൂടുതൽ, മെർക്കുറി ഇല്ലാത്തതിനാൽ പരിസ്ഥിതിക്ക് ഹാനികരമല്ല. ബൾബിൻ്റെ ബേസ് യൂണിറ്റിനോട് ചേർന്ന് നിൽക്കുന്ന താപം ആഗിരണം ചെയ്യാനുള്ള സംവിധാനമാണ് ഹീറ്റ് സിങ്ക്. ഹോൾഡറിൽ ഉറപ്പിക്കുന്ന ലോഹ പ്ലേറ്റ് ബേസ് പ്ലേറ്റ്. LED ഡ്രൈവറിൽ നിന്നുള്ള വയറുകളെ ബേസ് യൂണിറ്റിൽ ഉറപ്പിക്കുന്നതിനുള്ള സ്ക്രൂകൾ ബാക്ക് കണ്ടക്ടർ സ്ക്രൂകൾ. AC വൈദ്യുതിയെ DC ആക്കി ആവശ്യമായ ഔട്ട്പുട്ട് വോൾട്ടേജ് നൽകുന്നത് പവർ സപ്ലൈ ബോർഡ് LED ഡ്രൈവർ. ഒരേ ബോർഡ് ഉപയോഗിക്കാവുന്ന ബൾബുകൾ 5 വോൾട്ട്, 7 വോൾട്ട്, 9 വോൾട്ട് ബൾബുകൾ. LEDകൾ ഉറപ്പിച്ചിരിക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ് ധ്രുവങ്ങളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ബോർഡ് പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡ് LED ചിപ്പ് ബോർഡ്. ബൾബിൽ നിന്ന് പ്രകാശം പുറത്തു വരുന്ന ഭാഗം ഡിഫ്യൂസർ കപ്പ്. LED ബൾബ് പ്രകാശിക്കാതിരിക്കുന്നത്: ഒരു LED ബൾബ് അനേകം ലൈറ്റ് എമിറ്റഡ് ഡയോഡുകളുടെ ഒരു ശ്രേണി ബന്ധമാണ്. ഈ ശ്രേണി ബന്ധത്തിൽ എവിടെയെങ്കിലും ബന്ധം നഷ്ടപ്പെട്ടാൽ LED ബൾബിലെ റെക്റ്റിഫയർ, ലോഡ് റെസിസ്റ്റർ, ഫിൽറ്റർ കപ്പാസിറ്റർ എന്നിവയിലേതെങ്കിലും പ്രവർത്തനരഹിതമായാൽ. പരസ്യ വിളക്കുകളായി ഉപയോഗിക്കുന്നത് നിയോൺ ലാമ്പുകൾ.
രാത്രികാലങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കും സെർച്ച് ലൈറ്റുകളിലും സിനിമ ഷൂട്ടിങ്ങിനും ഉപയോഗിക്കുന്ന ലാമ്പുകൾ ആർക്ക് ലാമ്പ്. തോമസ് ആൽവ എഡിസൺ. കാലഘട്ടം 1847 മുതൽ 1931 വരെ. ഗ്രാമഫോൺ, ഇലക്ട്രിക് ബൾബ്, ചലിക്കുന്ന സിനിമ, ഫോണോഗ്രാഫ് എന്നിവയാണ് എഡിസന്റെ പ്രധാന കണ്ടുപിടുത്തങ്ങൾ. ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയതും ഏറ്റവും കൂടുതൽ പേറ്റന്റുകൾ നേടിയതുമായ അമേരിക്കക്കാരൻ എഡിസൺ ആണ്. തീ പിടിച്ചാൽ ഒരു വസ്തുവിനുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് അറിയാനായി സ്വന്തം വീടിൻ്റെ ധാന്യപ്പുരയ്ക്ക് തീയിട്ട ശാസ്ത്രജ്ഞനാണ് തോമസ് ആൽവ എഡിസൺ. മെല്ലോ പാർക്കിലെ മാന്ത്രികൻ എന്ന് അറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. വൈദ്യുത പവർ. യൂണിറ്റ് സമയത്തിൽ ഒരു വൈദ്യുതി ഉപകരണം വിനിയോഗിക്കുന്ന വൈദ്യോർജ്ജമാണ് വൈദ്യുത പവർ. വൈദ്യുത പവറിൻ്റെ യൂണിറ്റ് വാട്ട്. ജൂൾ നിയമമനുസരിച്ച് പവർ P=I²R. ഓം നിയമമനുസരിച്ച് P=IV. വൈദ്യോപകരണങ്ങളുടെ പവർ. ഇലക്ട്രിക് ബൾബ് 60 മുതൽ 100 വാട്ട്, ഫ്രിഡ്ജ് 100 മുതൽ 200 വാട്ട്, ടെലിവിഷൻ 200 വാട്ട്, ഇസ്തിരിപ്പെട്ടി 750 മുതൽ 1000 വാട്ട്, എമേഴ്സൺ ഹീറ്റർ 3 കിലോ വാട്ട്, ഇലക്ട്രിക് കുക്കർ 8 കിലോ വാട്ട്. ഒരു ഉപകരണത്തിൻ്റെ പവറും അതിൽ നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതം ആംപെയറേജ്. 60 വോൾട്ട് ബൾബിൻ്റെ ഫിലമെൻറ്റ് 100 വോൾട്ട് ബൾബിൻ്റെ ഫിലമെൻറ്റിനേക്കാൾ കനം കുറഞ്ഞതായിരിക്കും. ഒരു 60 വോൾട്ട് ബൾബും 100 വോൾട്ട് ബൾബും സമാന്തരമായി കണക്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ പാരലായി കണക്റ്റ് ചെയ്താൽ കൂടുതൽ പ്രകാശിക്കുന്നത് 100 വോൾട്ട് ബൾബായിരിക്കും. ഒരു 60 വോൾട്ട് ബൾബും 100 വോൾട്ട് ബൾബും ശ്രേണിയിൽ അല്ലെങ്കിൽ സീരീസ് ആയി കണക്റ്റ് ചെയ്താൽ കൂടുതൽ പ്രകാശിക്കുന്നത് 60 വോൾട്ട് ബൾബായിരിക്കും. വൈദ്യുത ഉപകരണങ്ങളിലെ നക്ഷത്ര ചിഹ്നം ഉപകരണത്തിൻ്റെ ഊർജ്ജക്ഷമതയെ സൂചിപ്പിക്കുന്നു. വണ്ണം കൂടിയ ചാലകങ്ങൾക്ക് ആംപെയറേജ് കൂടുതലും വണ്ണം കുറഞ്ഞവയ്ക്ക് ആംപെയറേജ് കുറവും ആയിരിക്കും. ചാലക കമ്പിയുടെ വ്യാസത്തിൻ്റെ വ്യുൽക്രമമാണ് ഗേജ്. ഗേജ് കൂടുന്നതിനനുസരിച്ച് ചാലകത്തിൻ്റെ കനം കുറയുകയും ആംപെയറേജ് കുറയുകയും ചെയ്യും.